സഹോദരിമാരെ, നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിക്കും. എന്തുകൊണ്ടെന്നറിയോ? വെറുതെ ഓട്ടോറിക്ഷയിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ നിങ്ങളോട് ചോദിക്കുന്ന എത്ര കുട്ടികളാണ്, എന്തൊക്കെയാണ് വർത്താനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അല്പം തന്മയത്വത്തോടെ, ഇസ്ലാം അനുവദിക്കാത്തൊരു തന്മയത്വമുണ്ട്. നിങ്ങൾ സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്നെല്ലാം അയാളിലേക്ക് എത്തും. നിങ്ങൾക്കൊരു ചെറിയ സമാധാനം കിട്ടും. അയാൾ നിങ്ങൾക്ക് പിന്തുണ തരും. അയാൾ നിങ്ങൾക്ക് വിളിക്കാനായൊരു മൊബൈൽ തരും. ഭർത്താവില്ലാത്ത സമയം നോക്കി അയാൾ വിളിക്കും. അത് വീഡിയോ കോൾ ആകും, അത് യാത്രകളാവും, അവിഹിത ബന്ധങ്ങളാകും. എന്തേ? പറയാൻ ആശിച്ച കാര്യങ്ങൾ പറയാൻ ഒരാളെ കിട്ടുമ്പോൾ വഴിതെറ്റിപ്പോകാൻ ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഗൾഫിലേക്ക് ഭർത്താവിന് വിളിച്ചതാണ്. ഭർത്താവിന് വിളിച്ച ഭർത്താവ് ഫോൺ എടുത്തില്ല. എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. എന്താ? അയാൾക്ക് ഭാര്യയെ അത്ര അയാൾ മൈൻഡ് ചെയ്യുള്ളൂ. അവസാനം എന്ത് ചെയ്യും? ഈ ഫോൺ ഇങ്ങനെ അടിക്കണ കണ്ടപ്പോൾ റൂമിൽ അയാളെ കൂടെ താമസിക്കുന്ന ഒരു സുഹൃത്ത് ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഫോണ് അയാൾ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇവിടെ ഫോണുമ്മയും കളിച്ചിരിക്കുകയാണ്, അയാൾക്ക് തന്നെ വേണ്ട, നിന്റെ ഫോണും വേണ്ട, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാന്ന് പറഞ്ഞു. വീഡിയോ കോള് വിളിക്കാറുണ്ട്. അവളെ കൊണ്ട് വീഡിയോ കോള് വിളിപ്പിച്ചിട്ട് അപ്പുറത്ത് ഭർത്താവ് ഇങ്ങനെ ഫോണും നോക്കിയിരിക്കണ കാഴ്ച കാണിച്ചു കൊടുത്തപ്പോ അവൾക്ക് മനസ്സിലായി, എന്നെ മൈൻഡ് ചെയ്യണില്ല, ഞങ്ങളൊരു കാര്യവും ശ്രദ്ധിക്കണില്ല എന്ന് മനസ്സിലായി. പിന്നെ ഭർത്താവില്ലാതെ ഒറ്റക്ക് റൂമിലാകുമ്പോൾ അയാൾ ആ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തു. പിന്നെ അത് വീഡിയോ കോളായി ബന്ധങ്ങളായി വളർന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു ഫോൺ കോൾ അവിഹിതത്തിലേക്ക് നയിക്കുന്നു, വേണ്ടാവൃത്തിയിലേക്ക് നയിക്കുന്നു. സഹോദരിമാരെ, എത്ര തന്നെ സ്നേഹം വന്നാലും, എത്ര തന്നെ നമ്മളോട് അനുഭവം കാണിച്ചാലും, അതൊരാണാണോ അത് പെണ്ണായത് കൊണ്ട് മാത്രം, മറ്റൊരു കാരണവും അതിനില്ല. അത് തിരിച്ചറിയാൻ കഴിയാത്ത ഏത് പെണ്ണും അപകടത്തിൽ പതിക്കുമെന്ന് ഉറപ്പാണ് സുഹൃത്തുക്കൾ.